പ്രിയപ്പെട്ട പ്രവർത്തകർ ഇന്നലെ വീട്ടിൽ വന്നിട്ട് ഉസ്താദേ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതോടെ നഷ്ടപ്പെട്ടു പോകുമെന്നവർ പൊട്ടിക്കരഞ്ഞ് എന്നോട് പറഞ്ഞവർ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. പാവപ്പെട്ട ഒരാളെ സഹായിക്കുന്നവന് നാളെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രതിഫലമാണ്. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. ഈ സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരും. നാളെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെയ്ത ഒരു പ്രതിഫലം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് വാങ്ങിക്കണം. ഒരു നല്ല സദഖ. നിങ്ങൾക്കറിയാമല്ലോ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മിനിങ്ങാന്ന് ഞാൻ കൊണ്ടോട്ടേക്കെടുത്ത് കാവനൂര് പ്രസംഗിക്കുക. ഒരു 18 വയസ്സുള്ള പൊന്നുമോൾ ക്യാൻസർ രോഗമാണ്. ഒഴുകൂര് പ്രസംഗിക്കും 6666 ദുആ ചെയ്തു. മാറി ഡോക്ടറെ സംശയം പറഞ്ഞു, എല്ലിലേക്ക് ആ രോഗം ബാധിച്ചിട്ടുണ്ട്. മിനിങ്ങാന്ന് എൻ്റെ അടുക്കൽ വന്നിട്ട് വാപ്പയും ഉമ്മയും കൂടി ഉസ്താദെ ദുആ ചെയ്യണം, നാളെ രാവിലെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഡോക്ടർ നോക്കുമ്പോൾ ഒരു റിസൾട്ട് അനുകൂലമാവണം. അൽഹംദുലില്ലാഹ്, ഞാൻ ഈ 10,000ങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, 3 സലാത്ത് ചൊല്ലി ദുആ ചെയ്തു. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഒരു പ്രശ്നമില്ല, റിസൾട്ട് അനുകൂലമാണ്. 10,000കണക്കിന് ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ മാറിയ സ്വലാത്തും ദുആയുമാണ് അവസാനം ഇവിടെ നടക്കുക. അതിൽ പങ്കെടുക്കാൻ ഒരു നല്ല സദഖ, പാവങ്ങൾക്ക്, അനാഥകൾക്ക്, അഗതികൾക്ക് സഹായിക്കാനുള്ള ഈ സംരംഭത്തിൽ ഒരാൾ പോലും ഒഴിവാകരുത്. അള്ളാഹു 1000 പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അള്ളാഹു ഇത് മാറാൻ വേണ്ടി ഒരു സദഖ നിയത്ത് ചെയ്ത് ഒരാൾ പോലും ഒഴിവാകരുത്. അവനവന്റെ കയ്യിലുള്ള 100, 200, 300, 500 എത്രയും ആകട്ടെ, അത് കൊടുത്ത് ഇൻഷാ അല്ലാഹ് പങ്കാളികളാവുക. അള്ളാഹു സബലീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകുമാറാകട്ടെ. ഈ സദഖ ചെയ്യുന്ന സഹോദരൻ 3 സലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. മുറാദുകൾ, ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് അല്ലാഹുവേ ഈ ബക്കറ്റിലേക്ക് സദഖ ചെയ്യുന്ന ഓരോ സഹോദരങ്ങൾ അവരാരാണ് നിനക്കറിയാം തമ്പുരാനെ. അവരെ ആവശ്യങ്ങൾ അറിയാം റബ്ബേ, അവരെ പ്രയാസങ്ങൾ നിനക്കറിയാം തമ്പുരാനെ. അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കടബാധ്യതയുള്ളവരെ കടബാധ്യത മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ കരുതി വരുത്തണേ അല്ലാഹുവേ. രോഗങ്ങളുള്ളവരെ ശിവയാക്കണേ തമ്പുരാനെ. സഹോദരിമാർ ഏതാഗ്രഹത്തിലാണോ ഈ സദഖ ചെയ്യുക, അല്ലാഹുവേ ആഗ്രഹങ്ങളെ സബലീകരിക്കണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. സർവാപത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അല്ലാഹുവേ നീ കാത്തേളണമേ തമ്പുരാനെ. ബഹക്കി സയ്യിദുനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുമായി മാനസികമായി ബന്ധപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പേപ്പർ വന്നതിന്റെ അർത്ഥം വാതുവർത്താൻ സമയം എന്നാണ്. $6,666 ധാരാളം ആളുകൾ ഞാൻ വരുന്നത് അറിഞ്ഞിട്ട് തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ധാരാളം ആളുകൾ, എല്ലാവരുടെയും ചിന്ത നമുക്കൊക്കെ അങ്ങനെ അല്ലാഹുമായിട്ട് എടുക്കാൻ പറ്റും, നമുക്കൊക്കെ എങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6,666 ആരെങ്കിലും നിയ്യത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് ഇവിടെ കൊണ്ടുവന്ന് തരണം. ധാരാളം ആളുകൾ 6,666 32,000-ലധികം ആളുകൾ ഇതേവരെ ഈ സദഖയിൽ പങ്കാളികളായിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഇങ്ങനെ ഒരു അത്ഭുതങ്ങൾ ഈ ദുആ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഞാൻ വരുന്നത് അറിഞ്ഞു തന്നെ ആളുകൾ ഈ സദസ്സിലേക്ക് ഇത് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ നിയത്തായി കൊണ്ടുവന്നവർ ഇവിടെ കൊണ്ടുവന്ന് തരണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും
നമ്മുടെ എല്ലാവരെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്കൊക്കെ അങ്ങനെ ആവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അള്ളാഹുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ പറ്റുമോ ഇല്ലയോ? എന്തുകൊണ്ട് കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് കഴിയില്ല എന്ന ഒരു കാര്യം നമ്മൾ പുനർവിചിന്തനം നടത്തും. ബഹുമാനപ്പെട്ട അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹു, ഇതൊക്കെ ആറായിരത്തി അറുന്നൂറ്റി കൊണ്ടുവന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന അമ്മാർ ബിൻ യാസിർ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി ജീവിതം മുഴുവനും ചൊരുക്കുന്ന കള്ളും മയക്കും കറുപ്പും അടിഞ്ഞാട്ടം ആടിത്തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീലപ്പടർപ്പിൻ കൊഴുപ്പും ചിരാനന്ദലത്തിക്കും മറ്റെന്ത് വേണം എന്ന മുദ്രാവാക്യവുമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ അപഥ സഞ്ചാരം ചെയ്ത എന്റെ പ്രിയപ്പെട്ട യുവജനതയോട് തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവരൊക്കെ ആഗ്രഹങ്ങൾ എന്താണ് അല്ലാഹു സബലീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് മനസ്സിലൊരു നിയത്ത് ചെയ്തോളിൽ. ഇത് കേരളത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ച സദക്കയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവ് ദേഷ്യത്തോടുകൂടി 3 തൊലാഖും ചെല്ലിന്ന് പറഞ്ഞു. അപ്പൊ തലാഖ് സംഭവിക്കില്ലോ? സംഭവിക്കില്ല സാറേ, തലാഖ് സംഭവിക്കും. 3 തൊലാഖും ചെല്ലിന്ന് ഭർത്താവ് ദേഷ്യത്തോടെ പറഞ്ഞാല്, തമാശയ്ക്ക് പറഞ്ഞാൽ തന്നെ സംഭവിക്കും. സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വ ഹസിലുഹുന്ന ജിദ്ദുൻ. 3 കാര്യങ്ങൾ തമാശയ്ക്ക് പറഞ്ഞാലും ഗൗരവമായിട്ട് തന്നെ വരും. ഒന്ന് തലാഖാണ്. തമാശയ്ക്ക് ഭാര്യയോട് തന്നെ തലാഖില്ല എന്ന് പറഞ്ഞാലും തലാഖ്. അപ്പൊ ദേഷ്യത്തോടെ 3 തലാഖ് പറഞ്ഞാലും തലാഖാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളോട് വെറുതെ ആവശ്യമില്ലാത്ത തമാശ പറയാൻ പോകരുത്. ഇനി തമാശയ്ക്കൊന്ന് പറഞ്ഞിട്ട് വേറെ കെട്ടാലോ എന്ന് കരുതും ചെയ്യരുത്. ബഹുമാനപ്പെട്ട സയ്യിദുന അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹു. ആരാ അമ്മാർ ബിൻ യാസിർ? നിങ്ങളെപ്പോലൊരു ചെറുപ്പക്കാരൻ. നമ്മുടെ വിഷയം എന്താണെന്നറിയോ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് എന്ന ആയത്തിന്റെ തഫ്സീർ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും എന്നിട്ട് വലാ തറൂഖ റൗഗാന സഅലബി എന്നിട്ട് കുറുക്കന്റെ പണി കാണിക്കുകയും ചെയ്യരുത് എന്ന്. ഇങ്ങോട്ട് നോക്ക്. ഉമർലാന് പറഞ്ഞ വളരെ കറക്റ്റാണ്. നിങ്ങൾ അള്ളാഹുവിനെ റബ്ബാണ്, നിങ്ങൾ നിസ്കരിക്കണമെന്ന് നോമ്പൊടിക്കണമൊക്കെ ഉറപ്പാ. പക്ഷെ വലാ തറൂഖ റൗഗാന സഅലബി, നിങ്ങൾ കുറുക്കന്റെ പണി. കുറുക്കന്റെ പണി, കുറുക്കനെ അറിഞ്ഞൂടെ? എന്തിട്ട് മനുഷ്യന്മാരെ വളർത്തും. ഇവിടെ ഊളൻ എന്താ പറഞ്ഞ ഊളന്നല്ലേ? ഇവിടെ ഊളനോ കുറുക്കനാ? കുറുക്കൻ തന്നെ. ഞാൻ നിങ്ങൾ മിണ്ടായിരുന്നപ്പോ എനിക്ക് പേടിയായി. പണ്ടൊരിടത്ത് വാതു പറഞ്ഞു. അപ്പൊ സെക്രട്ടറി, പ്രസിഡന്റ്, ഉസ്താദൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഊളെന്ന് പറഞ്ഞു. അപ്പൊ നാട്ടുകാർ തലതല്ലിച്ചിരിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചോടത്തിന് ഊളെന്ന് പറയുമ്പോൾ നാട്ടുകാരിങ്ങനെ തലതല്ലിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ നോക്കി എന്റെ മുണ്ടൊക്കെ സ്ഥലത്ത് അതൊക്കെ ഉണ്ട്. ഊളെന്ന് പറയുമ്പോൾ വാതിന് വരുന്ന ആളുകൾ മുഴുവൻ ഭയങ്കര ചിരി. അവസാനം ഇതൊക്കെ കഴിഞ്ഞിട്ട് വാതിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഖത്തീബിനോട് ചോദിച്ചു, മഹലിലെ എന്താ ഉസ്താദ് ഊളെന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ ചിരിക്കാൻ കാരണം? അപ്പോഴാണ് സംഭവം മനസ്സിലായത്. സ്റ്റേജിരിക്കണ അവിടുത്തെ പള്ളിയിലെ പ്രസിഡന്റിന്റെ ഇരട്ട പേര് ഊളെന്നോ? എനിക്കറിയില്ലല്ലോ. കുറുക്കന്റെ പണി നീ കാണിക്കാൻ പാടില്ല. എന്താ കുറുക്കന്റെ പണി എന്നറിയാവോ? നമ്മളിന്ന് കാണിക്കുന്നത് അതാണ്. കുറുക്കൻ അവനവന്റെ ആവശ്യത്തിന് ഏറ്റവും വലിയ തന്ത്രം മെനയുന്നതാണ് കുറുക്കൻ. ഒരു കഥ പറയാനുണ്ട്. പണ്ടൊരു കുറുക്കന് പനി പിടിച്ച കുറുക്കൻ ഗുഹയിൽ കിടക്കുക. അപ്പൊ കുറുക്കത്തി പറഞ്ഞു, ആളുകളുടെ പൊരുത്തമില്ലാത്ത മുതൽ തിന്നതുകൊണ്ടാ നിങ്ങൾക്ക് പനി വന്നതെന്ന് പറഞ്ഞു കുറുക്കത്തി. അപ്പൊ കുറുക്കൻ പറഞ്ഞു, പൊരുത്തമില്ലാത്തൊരു സാധനം പോലും ഇന്നേവരെ ഞാൻ തിന്നിട്ടില്ലെന്ന് പറഞ്ഞു കുറുക്കൻ. അപ്പൊ കുറുക്കത്തി ചോദിച്ചു, പാതിരാത്രി പോയി കോഴീനെ മോട്ടിച്ചിട്ട് നിങ്ങളുടെ പൊരുത്തമുള്ളതാണോ എന്ന് ചോദിച്ചു കുറുക്കത്തി. അപ്പൊ കുറുക്കൻ പറഞ്ഞു, എല്ലാവരും പൊരുത്തവും അനുവാദവും തന്നിട്ട് ഞാൻ പിടിച്ചു തിന്നാനുള്ള സാധനം ഉണ്ടെങ്കിൽ അത് രാത്രിയിലെ കോഴിയെ മോട്ടിച്ച് തിന്നുന്നതാണെന്ന് പറഞ്ഞു കുറുക്കൻ. ഒന്നും മനസ്സിലാകാത്ത കുറുക്കത്തി ചോദിച്ചാൽ എങ്ങനെയാണ്? അപ്പൊ കുറുക്കൻ പറഞ്ഞു, ആളുകൾ രാത്രി കടന്നുറങ്ങുമ്പോ പാത്തും പതുങ്ങിയും ഞാൻ ഈ കോഴിക്കൂട്ടിന്റെ ഇടയിലൂടെ പോയി കോഴിയുടെ കാലുമേൽ അങ്ങ് പിടിക്കും പൊരുത്തം ചോദിക്കാൻ. അപ്പൊ കോഴി കിടന്ന് ബഹളം ഉണ്ടാക്കും. കോഴി ബഹളം ഉണ്ടാക്കുമ്പോൾ ആളുകൾ കൂടെ ഉറങ്ങിക്കിടക്കുന്നവർ ചാടി എഴുന്നേക്കും.
ടോർച്ചും കല്ലും വടിയൊക്കെ ആയിട്ട് ഓടി വരുന്നവരെല്ലാം ശബ്ദം കേട്ടിട്ട് പറയും, പിടിയടാ 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 എന്ന് എല്ലാവരും വിളിച്ചു പറയും. 1-2 പേര് പറയുമ്പോഴൊക്കെ ഞാൻ കേട്ട് നിൽക്കും. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ ഞാനിങ്ങ് പിടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു കൊടുക്കും. എല്ലാവരും കൂടെ പിടിയടാ പിടിയടാ പിടിയടാ, എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ ഞാൻ പിടിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞു കുറുക്കൻ. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചിട്ട് നീ കുറുക്കന്റെ ന്യായം പറയരുത്. നമുക്ക് കുറുക്കന്റെ ന്യായമാണ്. കള്ളു കുടിക്കൽ ഹറാമോ ഹലാലോ? പാറയുടെ കുട്ടിയെ കള്ളു കുടിക്കൽ ഹറാമോ ഹലാലോ? ഹറാമ്. പാൻപരാഗ് അതെന്ത് ശബ്ദം പറഞ്ഞു? ഇപ്പോഴും കാണും വായ്ക്കുള്ളില്. അത് ഹറാമാണ് നമുക്ക് തോന്നില്ല. പലിശ മേടിക്കല് ഹറാമോ ഹലാലോ? ബാങ്ക് പലിശ നമുക്ക് അത്യാവശ്യമുള്ളതൊക്കെ മാറ്റുക. നമ്മളതൊക്കെ ജീവിക്കാൻ വേണ്ടി കുറുക്കനെ പോലെ തന്ത്രം മെനയുക. ഇവിടെ റബ്ബുമായിട്ട് ബന്ധമുണ്ടാക്കാൻ കഴിയില്ല. ഇവിടെ റബ്ബുമായി ബന്ധമുണ്ടാക്കാൻ കഴിയില്ല. അള്ളാഹുമായിട്ട് ബന്ധമുണ്ടാക്കണമെങ്കിൽ അവരുമായിട്ടുള്ള ഏറ്റവും വലിയ അചഞ്ചലമായ ഒരു വിശ്വാസം. അറിയല്ലോ നിങ്ങൾക്ക്, നിങ്ങളെ പോലൊരു ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല 19 അല്ലെങ്കിൽ 20, വേറൊരു അഭിപ്രായം അനുസരിച്ച് 21 ഈ വയസ്സ് പ്രായം, അടിമകളായ യാസിർ സുമയ്യ ദമ്പതികളുടെ മകനാണ് അമ്മാർ ഇബ്നു യാസിർ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു അവസാന മക്ക ഖുറൈശികൾ അമ്മാറിന്റെ പിതാവായ യാസിർ റളിയല്ലാഹു അൻഹു ഉമ്മയായ സുമയ്യ റളിയല്ലാഹു തആല അൻഹയും ഇസ്ലാമിൽ വിശ്വസിച്ചപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് അടക്കമുള്ള ആളുകൾ രണ്ടുപേരെയും ഈത്തപ്പന മരത്തിലേക്ക് ചേർത്ത് കെട്ടി. ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല അൻഹയും പിതാവായ യാസിർ റളിയല്ലാഹു അൻഹുവിനെയും ഈത്തപ്പന മരത്തിന്റെ വള്ളി കൊണ്ട് ചേർത്ത് കെട്ടി. അവസാനം ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല തങ്ങളെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ രക്തസാക്ഷി ആരാ? ബഹുമാനപ്പെട്ട ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ചെന്നിട്ട് അബൂജഹലടക്കമുള്ള ഇരുട്ടിന്റെ കാവൽക്കാർ അവരുടെ ചാട്ടവാറ് കൊണ്ട് ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോ അല്ലാഹു അഹദ്, അല്ലാഹു വാഹിദ്, അവനെ കൈവിടാൻ ഒരുക്കമല്ല. ഗത്യന്തരമില്ലാതെ കോപാക്രാന്തനായ അബൂജഹലെ കയ്യിലെടുക്കുന്ന മൂർച്ചയുള്ള കുന്തം കൊണ്ട് സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യസ്ഥാനത്തിലേക്ക് കുത്തിയിറക്കുമ്പോ കൈപ്പിടിയിലൂടെ രക്തച്ചാലുകളെ താഴോട്ടിടുമ്പോ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാഭങ്ങളെ ആർക്കു വേണ്ടിയാ? അള്ളാന്റെ ദീനിനു വേണ്ടി ആദ്യമായി രക്തത്തുള്ളി താഴോട്ട് വീടി ബഹുമാനപ്പെട്ട ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹ താഴേക്ക് രക്തം മുഴുവനും വാർന്നൊരുങ്ങിയിട്ടൊരു വാടിയ ചേമ്പുന്നുണ്ട് പോലെ സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന തന്റെ പ്രിയപ്പെട്ട ഉമ്മ ദുഃഖസ്ഥാനത്ത് കുത്തേറ്റിട്ട് കുടൽമാല മുഴുവനും രക്തം തീട്ടി തെരച്ചുകൊണ്ട് താഴോട്ട് വീടുമ്പോ 20 വയസ്സുള്ള അമ്മാർ എന്ന ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ട് നിൽക്കുകയാ. സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ചുണ്ടു വിറയ്ക്കുകയാണ്. ഭർത്താവേ പോവുകയാണ്, മകനെ പോവുകയാണ്, ഇൻഷാ അല്ലാഹ് ഇനി സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ആ ശരീരമതാ നിശ്ചലമാവുകയാ. പ്രിയപ്പെട്ട അമ്മാർ നോക്കുമ്പോ ഉമ്മ നഷ്ടപ്പെട്ടു പോയി. ഇനിയുള്ളൊരു വാപ്പയാണ്. കാട്ടമാറുമായി ഈത്തപ്പന മരത്തിൽ ബന്ധനസ്ഥനായി കിടക്കുന്ന യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ അബൂജഹൽ ചാട്ടമാറാഞ്ഞു വീശുമ്പോ അന്തരീക്ഷവായുവിനെ കീറി മുറിച്ചുകൊണ്ട് ചാട്ടമാറിന്റെ സിൽക്കാര ശബ്ദം ബന്ധനസ്ഥനായി കിടക്കുന്ന യാസിറിന്റെ പച്ചമാംസത്തിലേക്ക് തുളച്ചിറങ്ങുമ്പോ ഒന്ന് നിലവിളിക്കാൻ കഴിയാതെ കെട്ടിന്റെ ഇടയിൽ കിടന്ന് പെടയുമ്പോ അവസാനം ഈത്തവാറിന്റെ അടിയേറ്റിട്ട് യാസിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല താഴോട്ട് തിരിയുകയാ. അവിടെ കിടന്നുകൊണ്ട് വെള്ളം എന്ന് നിലവിളിക്കുമ്പോ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാ 20 വയസ്സുകാരനായ അമ്മാർ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്പമില്ലാതെ പേടിച്ചു മറച്ചു നിൽക്കുന്ന 20 വയസ്സുകാരനായ അമ്മാറിന്റെ മുമ്പിൽ അബൂജഹൽ ചോദിച്ചു, അമ്മാറേ നിന്റെ ഉമ്മയാണ് കിടന്ന് പിടഞ്ഞു മരിച്ച് കിടക്കുന്നത്, നിന്റെ പിതാവ് നഷ്ടപ്പെടാൻ പോവുകയാ, ഇത് നീയെങ്കിലും പറയുക, നിന്റെ വാപ്പാക്കൊരു തുള്ളി വെള്ളം കുടിച്ച് രക്ഷിക്കണോ? തള്ളി പറയുക മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 20 വയസ്സുകാരനായ അമ്മാറല്ലേ, ഉമ്മ ഇതാ ജഡമായിട്ട് കിടക്കുകയാ, വാപ്പയി നഷ്ടപ്പെട്ടു പോകുമെന്നൊരവസ്ഥ
കാണുമ്പോ സ്വന്തം വാപ്പ കിടന്നൊരു തുള്ളി വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുന്നത് കണ്ടിട്ട് 20 വയസ്സുകാരനായ അമ്മാർ അറിയാതെ പറഞ്ഞു പോയി കഫർതു ബി മുഹമ്മദ്, ഇതാ മുഹമ്മദിനെ ഞാൻ തള്ളിപ്പറയുകയാ, ഞാൻ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വരികയാ. അബൂജഹലടക്കമുള്ള ആളുകളാണെന്ന് നിത്യം ചാടി ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു തആല ഓടി ചെന്നിട്ടൊരു ജൂതന്റെ വീട്ടിൽ നിന്നൊരു കോപ്പ വെള്ളമെടുത്തിട്ട് ചേമ്പന്റെ പോലെ താഴെ കിടക്കുന്ന മൃതപ്രായനായി മരണത്തോട് മല്ലടിക്കുന്ന തന്റെ പിതാവിന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് ആ വെള്ളം വെച്ചു കൊടുക്കുമ്പോ ഈ യാസർ റളിയല്ലാഹു തആല ദുർബലമായ കൈകൊണ്ട് തട്ടിക്കളഞ്ഞ പോലെ അമ്മാറേ, അല്ലാഹുവിന്റെ ഇസ്ലാമിനെ വിറ്റ് കളഞ്ഞിട്ട് നീ എനിക്ക് തരുന്ന ഈ കുടിവെള്ളം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു തആല ഷഹീദായി. അമ്മാർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു പോയി, അല്ലാഹുവേ ഉപ്പയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഉമ്മയും നഷ്ടപ്പെട്ടു പോയി, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഈമാനും നഷ്ടപ്പെട്ടു പോയി, എന്താ ചെയ്യുകയെന്നറിയാതെ പൊട്ടിക്കരയുമ്പോ അങ്ങനെ കൈവാളികത്തിന്റെ തൊട്ടടുത്തുള്ള ഈത്തപ്പനമരത്തിന്റെ ചുവട്ടിലിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് സഹാബത്തോട് വന്നിട്ട് പറഞ്ഞു, നബിയേ കഫറ കഫറ അമ്മാർ കാഫിറായി നബിയേ, അമ്മാർ അവിശ്വാസിയായി നബിയേ. ഈ വാർത്ത കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ കഴിയാതെ താടി എഴുന്നേറ്റിട്ട് പറഞ്ഞല്ലോ, ഇല്ല, ഒരിക്കലും അമ്മാറെന്നെ തള്ളിപ്പറയില്ല. ഇന്ന അമ്മാറൻ നമ്മുടെ ഈമാനം മിൻ ഖർനിഹി ലാ സബബിഹി വയഖ്തലിതുൽ ഈമാന ബിലഹ്മിഹി വദബിഹി. ഈമാൻ അമ്മാറിന്റെ മനസ്സിൽ കൂടുകെട്ടിയടാ, അമ്മാന്റെ മധ്യയിലും മാംസത്തിലും ഈമാനാ. അമ്മാർ ഒരിക്കലും കാഫിറാവില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കവേ അതാ മരുഭൂമിയുടെ മറുഭാഗത്ത് നിന്നൊരു ഭ്രാന്തനെ പോലെ മുടിയും പിടിച്ചു വലിച്ചുകൊണ്ട് അമ്മാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തി, നബിയേ 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 നബിയെ അറിയാതെ ഞാൻ പറഞ്ഞു പോയി, നബിയെ അല്ലാഹുവിന്റെ റസൂലേ തള്ളി പറഞ്ഞു, നബിയെ. ഹബീബായ നബി തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. നബിയെ പറയും, നബിയെ ഞാൻ കാഫിറാണോ, എന്റെ ഈമാനിനൊക്കെ നഷ്ടപ്പെട്ടോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് നോക്കി വഹി ഇറങ്ങുന്നില്ല. ഒരു നിർബന്ധിത സാഹചര്യത്തിലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാറ് നാവ് കൊണ്ട് പറഞ്ഞവൻ മുസ്ലിമാണോ കാഫിറാണോ? അമ്മാർ റളിയല്ലാഹു തആല ഭ്രാന്തനെ പോലെ തന്റെ തലയിലേക്ക് മണൽ തരിവാറിയിട്ടിട്ട് ഹബീബായ നബിയുടെ മുറ്റത്ത് കിടന്ന് പിടയുമ്പോ പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അമ്മാറേ കൈഫ വജദത ഖൽബക, നീ നാവ് കൊണ്ട് പറയുമ്പോ ആ സമയത്ത് നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താ അമ്മാറേ? വെള്ളപ്പൊക്കത്തിന് പോയവരുടെ കച്ചിത്തുരുണ്ട് കിട്ടിയ വ്യഗ്രതയോട് അമ്മാർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്. ആ സമയത്ത് നാവ് കൊണ്ടങ്ങനെ പറഞ്ഞാലും കൽബീ മുത്തുമഇന്നും ബിൽ ഈമാൻ, ആ സമയത്തിന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ നബിയേ. ഹബീബായ നബി തങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ആകാശത്ത് നിന്ന് വഹി ഇറങ്ങുന്നില്ല. അമ്മാർ റളിയല്ലാഹു തആല ഭ്രാന്തനെ പോലെ നബിയുടെ മുമ്പിൽ പൊട്ടിക്കരയുകയാ, എന്റെ വാപ്പ നഷ്ടപ്പെട്ടു, എന്റെ ഉമ്മയും നഷ്ടപ്പെട്ടു, എന്റെ ഈമാനും എനിക്ക് നഷ്ടപ്പെടുകയാണോ? ഹബീബായ നബി തങ്ങളെ കൈവിടുകയാണോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹബീബായ നബിയുടെ ചാരത്ത് കിടന്ന് പൊട്ടിക്കരഞ്ഞു അമ്മാർ റളിയല്ലാഹു അൻഹു. അമ്മാറെന്ന 20 വയസ്സുകാരന്റെ കവിൾ തടത്തിൽ കണ്ണ് നീർത്തുള്ളി ഉരുണ്ടുകൂടിയപ്പോ അല്ലാഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മാറിന്റെ കൽബ് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ ദർബാർ ചലിക്കുകയാണ്. കാരണം അമ്മാറും അള്ളയും തമ്മിൽ അത്ര വലിയ മാനസിക ബന്ധമാ. അമ്മാറെന്ന നിന്നെ പോലെയുള്ള 20 വയസ്സുകാരന്റെ കണ്ണിന് 2 തുള്ളി കണ്ണുനീര് വന്നപ്പോ അല്ലാഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചുകൂടി ഹബീബായ നബിയുടെ ശരീരത്തിന് ഭാവവ്യത്യാസമുണ്ടായി. അമ്മാറിന്റെ കണ്ണ് നിറഞ്ഞപ്പോ ജിബ്രീൽ ഇറങ്ങുകയാണ്, നബിയേ പറയുക, നബിയേ പറയുക, നബിയേ. അമ്മാറിന്റെ കണ്ണ് നിറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ദർബാർ ചലിച്ചില്ലേ ചെറുപ്പക്കാരാ, ചലിച്ചില്ലേ ചെറുപ്പക്കാരി? മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ.
മനസ്സിന് ശരീരത്തിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് നാവ് കൊണ്ട് പറഞ്ഞ് അങ്ങനെ ഒരു മനുഷ്യൻ കാഫിറാവില്ല നബിയേ നായത്തിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അമ്മാറിനെ പിടിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞ അമ്മാറേ ഇതാ നിനക്ക് വേണ്ടി ജിബ്രീൽ വന്നമ്മാറേ ആയത്തിറങ്ങി അമ്മാറേ അമ്മാർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു നബിയേ അമ്മാറിന് വേണ്ടി ജിബ്രീൽ വന്നോ നബിയേ ഞാൻ കരഞ്ഞപ്പോ ജിബ്രീൽ ആകാശത്ത് നിന്ന് വന്നോ നബിയേ എനിക്ക് വേണ്ടി അല്ലാഹു ആയത്തിറക്കിയോ നബിയേ അതേ അമ്മാറേ അതേ അമ്മാറേ അതേ അമ്മാറേ നിനക്ക് വേണ്ടി ആകാശം വളർന്ന് ജിബ്രീൽ വന്നു നിനക്ക് വേണ്ടി ഖുർആൻ ആയത്തിറങ്ങി എന്തേ ചെറുപ്പക്കാരാ എന്തേ ചെറുപ്പക്കാരാ ഇങ്ങനെ ഒരു മാനസിക ബന്ധമുണ്ടാവാത്തതെന്താ നിന്നെപ്പോലൊരു ചെറുപ്പക്കാരനല്ലേ കണ്ണെന്ന് നിറഞ്ഞ പായത്തുകൾ ഇറങ്ങിയില്ലേ എന്തേ ഉപ്പിന്റെ ഇടപാടിനെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല അള്ളാഹു നമുക്ക് ആ ബന്ധം തരട്ടെ അള്ളാഹു നമുക്ക് ആ ബന്ധം തരട്ടെ അള്ളാഹു നമുക്ക് ആ ബന്ധം തരട്ടെ അള്ള കൂടെ ഇന്നെങ്കിൽ പേടിക്കുന്നതെന്തിനാ നഹുദാതു കസ്തീബിതു ബഹിർ ബിതു സാഹിൽ ബിതു ആഹ് കിസ്കി ദസ്തു ആവാസ് രഹതി ഗതുചേ റാഹുതു റഹബർ ബിതു റഹറു ബിതു മൻസിൽ ബിതു എന്തിനാ പെണ്ണെ കരയുന്നതെന്തിനാ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന തിരമാലകൾ ആഞ്ഞെടുക്കുന്ന മഹാസമുദ്രത്തിന്റെ നടുവിലൊരു കൊതുമ്പ് വെള്ളത്തിൽ തന്നെ നീ തുടയുകയാണ് പേമാരി തിമിർത്തു പെയ്യുകയാണ് കൊടുങ്കാറ്റാഞ്ഞു വീശുകയാണ് ആ സമയത്ത് കൊതുമ്പ് വെള്ളത്തിൽ കടലിന്റെ നടുവിൽ നീ തന്നെയാണെങ്കിലും നഹുദാതു നിനക്കൊരു റബ്ബില്ലയോ കസ്തീബിതു റാഹുതു റഹബർ ബിതു റഹറു അവനല്ലേ വഴികാട്ടുന്നവൻ അവനല്ലേ ആരംഭം അവനല്ലേ അവലംബം അവനല്ലേ ആശ അവനല്ലേ ആഗ്രഹം അവനല്ലേ കൂടെയുള്ളത് അതുകൊണ്ട് കരഞ്ഞാൽ റബ്ബ് കണ്ണ് തുടച്ചു തരണം കരഞ്ഞാൽ റബ്ബ് കണ്ണ് തുടച്ചു തരണം ഹബീബായ നബി തങ്ങൾ അലാ ഇബ്നു ഹളറമി റളിയല്ലാഹു അൻഹുവിനെ ബഹ്റൈനിലേക്ക് പറഞ്ഞു വിട്ടു ബഹ്റൈനിലേക്ക് പോവുകയാണ് 3000-ഓളം വരുന്ന സഹാബത്തുമായി അലാ ഇബ്നു ഹളറമി കടലിന്റെ മുമ്പിലെത്തി കടല് കിടക്കാൻ തോണിയില്ല പാലമില്ല എങ്ങനെയാ കടല് കിടക്കുക കടപ്പുറം കാണുന്ന തിരൂരുകാരനും താനൂരുകാരനും പൊന്നാനിക്കാരനും റോട്ടുകളിലെ കടലിന്റെ തിരമാല വന്യമായ ആവേശത്തോടെ ആഞ്ഞടിക്കുകയാ കടല് കിടക്കാൻ തോണിയില്ല കടല് കിടക്കാൻ പാലമില്ല അലായിബ്നു ഹളറമി റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങളുടെ കുതിരയുടെ മുൻകാല് കടലിലേക്ക് ഇറക്കി വെക്കുക പിൻകാലുകളെ കടലിന്റെ കരയിൽ നിർത്തുക 3000-ഓളം വരുന്ന സഹാബത്ത് കുതിരയുടെ കാലുകൾ കടലിലേക്ക് ഇറക്കി വെച്ചു ഇനി നിങ്ങളെല്ലാം കണ്ണടച്ചുകൊള്ളുക 3000 കെട്ടുകഥയല്ല ഐതിഹ്യമല്ല മിത്തല്ല എല്ലാവരും കണ്ണടച്ചപ്പോ ആകാശത്തേക്ക് നോക്കി ഇബ്നു ഹളറമി എന്ന ചെറുപ്പക്കാരൻ ഒരൊറ്റ ദിക്റങ്ങ് ചൊല്ലി യാ അലീമു യാ ഹലീം യാ അലീമു യാ ഹലീം യാ അലീമു യാ ഹലീം ഈ ദിക്റങ്ങ് പറയേണ്ട താമസം എല്ലാവരും കണ്ണു തുറന്നുകൊള്ളുക 3000-ഓളം വരുന്ന സഹാബത്ത് കണ്ണു തുറന്നു നോക്കുമ്പോ ആ സമയത്ത് ഞങ്ങൾ ബഹ്റൈനിലെത്തിയിരുന്നു എന്ത് ഇത് കഥയല്ല ഇത് മിത്തല്ല ഇത് ഐതിഹ്യമല്ല ഒരാളുടെ റൊമാന്റിക് ഭാവനയല്ല കടലിന്റെ മുമ്പിൽ നിന്നിട്ട് 2 ദിക്ർ ചെയ്തപ്പോ കടലിന്റെ അക്കരെ കിടക്കാൻ കഴിഞ്ഞെങ്കിൽ മോനെ അവരാണ് ഇന്നല്ലദീന കാലൂ റബ്ബുനല്ലാഹ് റബ്ബുമായി ബന്ധമുള്ളവർ കുതിരയുടെ മുൻകാല് കടലിൽ 2 കാല് കുതിരയുടെ ഇപ്പുറത്ത് ഒരൊറ്റ ദിക്റങ്ങ് ചൊല്ലി യാ അലീമു ചൊല്ല് ഒരു ദിക്ർ പഠിപ്പിച്ചു തരാൻ ചൊല്ല് യാ അലീമു യാ ഹലീം ഉറക്കെ യാ അലീമു യാ ഹലീം ഞാൻ ഇവിടേക്ക് വരുമ്പോ കണ്ണുനീരോടെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരെ പ്രയാസമാണെന്ന് പറഞ്ഞവരെ പ്രയാസം ഏതും നടക്കില്ല എന്ന് ലോകം എഴുതിയ കാര്യം നടക്കുന്ന ദിക്റാണിത് എല്ലാ നിസ്കാരത്തിന് ശേഷവും കുറഞ്ഞതൊരു 100 പ്രാവശ്യം ഇന്ന് മുതൽ പറയാൻ തുടങ്ങണം യാ അലീമു യാ ഹലീം
യാ അലീമു യാ ഹലീം, യാ അലീമു യാ ഹലീം. ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ ഫതഹ്ന, ഞങ്ങൾ ഞങ്ങളുടെ കണ്ണ് തുറന്നപ്പോ വനഹ്നു ഫീ ബഹ്റൈൻ, ഞങ്ങൾ ബഹ്റൈനിലെത്തിയിരുന്നു. ഇതാണ് കറാമത്ത്, ഇതാണ് കറാമത്ത്, ഇതാണ് കറാമത്ത്. എന്റെ പൊന്നുമോനെ, കപ്പലിൽ പോയാൽ എത്തുന്നതിനപ്പുറം അവര് കറാമത്ത് കൊണ്ടുപോയി. കണ്ണ് തുറന്ന് കേൾക്കട കുട്ടിയെ, ഇതൊക്കെ കഴിയും. പക്ഷെ മനസ്സിൽ ക്യാൻസർ ബാധിക്കാൻ പാടില്ല, മനസ്സിന് അർബുദം ബാധിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം വന്നതിന് നിങ്ങളോടൊരു സമ്മാനം തരികയാ. എന്ത് വിഷമമുണ്ടായാലും സഹോദരി മരുകൾ വെക്കും, എന്ത് വിഷമമുണ്ടായാലും ഒരു 101 പ്രാവശ്യം യാ അലീം യാ ഹലീം എന്ന് ചൊല്ലിയിട്ട് ദുആ ചെയ്യും. അള്ളാഹു വിഷമം മാറ്റിത്തരും, അള്ളാഹു വിഷമം മാറ്റിത്തരും, അള്ളാഹു വിഷമം മാറ്റിത്തരും. സമയമായി, വിഷയം പൂർത്തീകരിക്കണ്ടേ? രണ്ടാമത്തെ കാര്യം പറയണ്ടേ? അതെന്താ രണ്ടാമത്തെ കാര്യം? ഒന്ന്, ദുനിയാവിലും ആഖിറത്തിലും സമാധാനം കിട്ടാനുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഡിസംബർ 17, 18 ഞാൻ അകലാട് വെച്ച് പറയും. 10 ദിവസം കൊണ്ട് പറഞ്ഞ തീരൂല. അതുകൊണ്ടാണ് ആ വിഷയം പറയുന്നത്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. പിന്നെ അതിന്റെ കുറച്ച് പഠനത്തിലാണ് ഞാൻ അത് പൂർത്തിയാക്കി. എനിക്കൊരു താല്പര്യമുണ്ട്, കുറെ കാര്യങ്ങൾ പറയണം. ആ പറയുന്ന നമ്മുടെ തലമുറയെ, വഴിതെറ്റുന്ന തലമുറയെ, ഈ മുരിയാക്കന്മാരൊക്കെ നിങ്ങൾ വേറെന്തൊക്കെയാ കഥ പറഞ്ഞിട്ടാണ് ചതിക്കുന്നത് എന്ന് പറയുന്നവരോട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മൾ ആ രീതിയിൽ എത്തിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മൾ ആ രീതിയിൽ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അതിന്റെ പുറകിൽ അവസാനം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാത്തൊരു ഭാഗത്ത് എന്റെ പൊന്നു ചെറുപ്പക്കാരെ പോകരുത്, നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. രണ്ടാമത് പറയട്ടെ. രണ്ടാമത്തേത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, പിന്നീട് ഇസ്തിഖാമത്തോടെ ജീവിക്കുകയും ചെയ്യുക. 1, വിശ്വാസം ശരിയാക്കുക. 2, കർമ്മം ശരിയാക്കുക. 1 വിശ്വാസം, 2 ഞാൻ നിർത്തി. 12 മണി വരെ ഉള്ളൂ. 9 മണിക്ക് തുടങ്ങി 10 മണിക്ക് അവസാനിച്ച് ഞാൻ പോകുമെന്ന് പറഞ്ഞ് കയറിയതാണ്. ഇപ്പൊ 11:30 2.5 മണിക്കൂർ കഴിഞ്ഞു. എന്റെ ഒക്കെ കരച്ചിൽ, എന്തൊരു കരച്ചിൽ, ആന്തം വിട്ട കരച്ചിൽ, എന്നെ ഇവിടം വരെ കൊണ്ടുവരാനുള്ള കരച്ചിൽ. ശരി, അള്ളാഹു കുട്ടികൾക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അള്ളാഹു ഇതിന് അവസാനം വരെ നിലനിർത്തി കൊടുക്കട്ടെ. പാവപ്പെട്ട വാർക്കപ്പണിക്കാരും കൂലിത്തൊഴിലാളികളും നടത്തുന്ന ഒരു ട്രസ്റ്റാണിത്. ഇതിലാരും പണക്കാരൊന്നുമില്ല. അള്ളാഹുവിന്റെ ഉദ്യമത്തെ അള്ളാഹു സ്വീകരിച്ചു കൊടുക്കട്ടെ. പൊന്നുമോനെ, വിശ്വാസം ശരിയാക്കുക. 2, സുമ്മത്തക്കാമു, പിന്നീട് ഇസ്തിഖാമത്തോടെ ജീവിക്കുക. എന്താ ഇസ്തിഖാമത്ത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിലൂടെ നടക്കുക. വ്യഭിചരിക്കരുത്, കള്ളു കുടിക്കരുത്, പലിശ മേടിക്കരുത്. ഇസ്തിഖാമത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങി, നബിയെ മസ്തഖിംഗമാവുമിറത്ത, അള്ളാഹു കൽപ്പിച്ചതുപോലെ ഇസ്തിഖാമത്തോടെ നേരെ ചൊവ്വ ജീവിക്കുക നബിയെ. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നേരെ ചൊവ്വ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ലോട്ടറി എടുക്കരുത്, പരദൂഷണം പറയരുത്. ഇത് ശ്രദ്ധിക്കണം പെണ്ണുങ്ങൾ, ഇത് ശ്രദ്ധിക്കണം. ഏഷണി പറയരുത്, പരദൂഷണം പറയരുത്, സീരിയൽ കാണരുത്, റിയാലിറ്റി ഷോ കാണരുത്, സിനിമ കാണരുത്. ആ സമയത്തൊക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ. സിനിമാ കോട്ടയിൽ പോയി 2.5 മണിക്കൂർ എന്ന ചെറുപ്പക്കാരാണ് ഇന്ന് ഈ വന്നിട്ട് ഈ മുമ്പിലിരിക്കണം. അള്ളാഹു അതിന്റെ പ്രകാശത്തെ അള്ളാഹു നിലനിർത്തി തരട്ടെ. മാറ്റങ്ങൾ ഉണ്ടായി, അത് വേണ്ടാന്ന് വെച്ചു. ഇന്ന് എല്ലാ കുട്ടികളുടെയും മൊബൈൽ റിംഗ് ട്യൂൺ അൽഹംദുലില്ലാഹ്. എന്റെ മോനെ, അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇന്നിപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. കബീർ വാക്യവും നൗഷാദ് വാക്യവും മരിച്ചു വിട്ടിരുന്നെങ്കിൽ ഇപ്പൊ അവർക്ക് ആളെ കിട്ടുന്നില്ല. ഓരോരുത്തരുടെ സംസ്ഥാന സമ്മേളനത്തിനുള്ളതിനേക്കാൾ വലിയ ആളാണ് ഒരു ദിവസത്തെ വാതിൽ. പിന്നെ അങ്ങനെ സഹിക്കും. അവരെ സംസ്ഥാന സമ്മേളനം നടത്തിയ ഇപ്പൊ പിന്നെ 5 വളർന്നുകൊണ്ട് ഒട്ടുമില്ല എന്നാള്. സംസ്ഥാന സമ്മേളനം നടന്നാൽ തന്നെ ഇത്ര ആളുണ്ടാവില്ല. അള്ളാഹു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ കൂട്ടത്തെ അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മോനെ, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്നറിയോ?
നേരെ ചൊവ്വേ നടക്കുക. നേരെ അല്ല, അത് ചെറിയ കാര്യമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കായത്തിറങ്ങി നബിയെ ഫസ്തഖിന്ന മാ ഉമിർത, അല്ലാഹ് പറഞ്ഞതുപോലെ നേരെ ചൊവ്വേ നടക്കണേ നബിയെ. കേൾക്കേണ്ട താമസം ഹബീബായ നബിയുടെ കറുത്തിരുന്ന തലമുടി മുഴുവനും നരച്ചുപോയി. ഉദന്ന സൂറത്താൽ നരച്ചു നബിയുന, അതിനാലെ തന്നെ കരഞ്ഞു പോയി ഷഫീഉന. കൽപ്പിച്ച പോലെ നടക്കി നബിയെ എന്ന രാജന്റെ കൽപ്പനയാണ് കാരണമെന്ന. ഉദന്ന സൂറത്താൽ നരച്ചു നബിയുന, അതിനാലെ തന്നെ കരഞ്ഞു പോയി ഷഫീഉന. കൽപ്പിച്ച പോലെ നടക്കി നബിയെ എന്ന രാജന്റെ കൽപ്പനയാണ് കാരണമെന്ന. ഈ ആയത്തിറങ്ങിയപ്പോ അള്ളാന്റെ റസൂലിന്റെ തലമുടി പോലെ നരച്ചുപോയി. അതുകൊണ്ട് സഹോദരങ്ങളെ പിന്നീട് ഇസ്തിഖാമത്തോടെ ജീവിക്കുക, നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക, നല്ലതിനെ സംഗമിക്കുക, നന്മ പറയുക, നന്മയുടെ ഭാഗത്ത് നിൽക്കുക, നന്മയ്ക്ക് വേണ്ടി പ്രേരിക്കുക, നന്മയ്ക്ക് വേണ്ടി സഹകരിക്കുക, ആ നന്മയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുക. എന്നാൽ അല്ലാഹ് പറയുകയാണ്, നീ മരണാസന്നനായി സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തതനസ്സലു അലൈഹിൽ മലായിക, നിന്റെ മരണക്കെട്ടിലിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ പാറിപ്പറന്നു വരും. ഞാൻ അവസാനിപ്പിക്കുകയാ. ഇങ്ങനെ ജീവിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? നീ മരണക്കെട്ടിൽ കിടന്ന് സക്കറാത്തിൽ പെടയുമ്പോ നിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ചെറ്റക്കുടിൽ വരും. പെങ്ങളെ, നിന്റെ വെളിയങ്കോട് ഗ്രാമത്തിലെ ചെറ്റക്കുടിലില് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അള്ളാഹു നമ്മുടെ വീട്ടിൽ മലക്കുകളെ വരുത്തട്ടെ. ആമീൻ പറയുമാരെ. നിർത്തണോ? പിന്നെ എന്തിട്ട് പരിപാടി എന്ന് കാണിക്കും? അള്ളാഹു പേടിച്ചിട്ട് അള്ളാഹു നമ്മുടെ വീട്ടിൽ അള്ളാഹു മലക്കുകളെ വരുത്തട്ടെ. ഏട്ടാ, ഇന്നും വന്നിട്ടുണ്ട്. ഇന്നിപ്പോ 2 പ്രാവശ്യം വന്നിട്ട് പോയി. ഇന്ന് നിങ്ങൾ വാതു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ മലക്ക് വരും. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ വെറും പച്ച പൊട്ടന്മാരായിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ വെറുതെ പച്ച പൊട്ടന്മാരായിട്ട് അഭിനയിക്കുക. മോനെ, ഒരു ദിവസം 2 പ്രാവശ്യം മലക്ക് വരുന്നുണ്ട്. അറിയോ നിങ്ങൾക്ക്? അറിയോ? ഇല്ല. എന്തറിയാ? നമുക്ക് 6, 6, 20, 14 എത്ര അവൻ അറിഞ്ഞൂടാ. 2 പ്രാവശ്യം ഈ ഒരു ഹദീസ് നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ ജീവിതത്തിൽ പിന്നെ തെറ്റിയില്ല. പറയട്ടെ. അനെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓരോ ദിവസവും 2 പ്രാവശ്യം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ വീട്ടിലേക്ക് വരാതൊരു ദിവസം കടന്നു പോകില്ലെന്ന് ശഫീഉനാ ഒരു ദിവസം 2 പ്രാവശ്യം അസ്രായീൽ നമ്മുടെ വീട്ടിൽ വരും. രാവിലെയും വൈകുന്നേരവും വരും. റൂഹ് പിടിക്കാൻ മാത്രമല്ല, കടികാരത്തിന്റെ സൂചി പുറകോട്ട് നടക്കട്ടെ, ഇത് ആന്റി ക്ലോക്ക് വൈസാണ്. റൂഹ് പിടിക്കാൻ മാത്രമല്ല,